വേർട്ടെക്സിൽ രൂപപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ഔട്ടർ ആംഗിളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഇന്നർ ആംഗിളിനെ മിസ് ഇവിടെ എ എന്ന് എടുത്തു, ഔട്ടർ ആംഗിൾ ആണിത്, ഇതിനെ മിസ് ബി എന്ന് എടുത്തു. ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും മാത്രം എടുക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് മൊത്തം മിസ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഒരു ലൈനില് രൂപപ്പെടുന്ന ഒരു ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. ഈ ലൈനില് ഫോം ചെയ്യുന്ന ആംഗിൾസിന് നമ്മളൊരു പേര് പറയുമല്ലോ. എന്താ നമ്മൾ പറയുന്നത്, ലീനിയർ പെയേഴ്സ് അഥവാ രേഖീയ ജോഡികൾ എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ എയും ബിയും ഓക്കെ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ടോട്ടൽ എത്രയാണ്, ഒരു ലൈനില് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, പ്രൊട്രാക്ടർ ഒക്കെ വെച്ച് നമുക്ക് അറിയാവുന്നതാണ്, എത്രയാണ്, 180 ഡിഗ്രി ആണ്. ഈ എയും ബിയും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ, ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ അല്ലേ. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം, 180 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു വേർട്ടെക്സിൽ രൂപപ്പെടുന്ന ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കോൺസെപ്റ്റ് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് കോൺസെപ്റ്റ് 2 നോക്കാം. എന്തായിരുന്നു, നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യമാണ്. എന്തായിരുന്നു, സം ഓഫ് വൺ ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ അറ്റ് ദ സെയിം വേർട്ടെക്സ് ഓഫ് എ പോളിഗൺ ഈസ് 180 ഡിഗ്രി. ഇപ്പൊ ഒരു പോളിഗൺ നമ്മൾ എടുക്കുവാണ് എങ്കിൽ, ഇപ്പൊ ട്രയാങ്കിളിന്റെ കേസ് മാത്രമല്ല കേട്ടോ, നമ്മൾ എല്ലാ പോളിഗണിന്റെ കേസുമാണ് പറയുന്നത്. അതെന്ത് വേണമെങ്കിലും ആകാം, എത്ര സൈഡുള്ള പോളിഗൺ വേണമെങ്കിലും ആകാം. ഇപ്പോ എക്സാമ്പിൾ കാണിക്കാനായിട്ട് എളുപ്പം ആരാണ്, നമ്മുടെ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ടാണ് മിസ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിളില് നമ്മൾ നോക്കുവാണ് എങ്കിൽ അതിലെ ഒരു വേർട്ടെക്സിൽ രൂപപ്പെടുന്ന, ഇതാണ് മിസ് എടുക്കുന്ന വേർട്ടെക്സ്, ഈ വേർട്ടെക്സിൽ രൂപപ്പെടുന്ന ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി ആഡ് ചെയ്താൽ, അതായത് ഇവരുടെ സം എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രി ആണ്. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സം ഓഫ് വൺ ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ അറ്റ് ദ സെയിം വേർട്ടെക്സ് ഓഫ് എ പോളിഗൺ ഈസ് 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 2 angles of a triangle are 40 degree and 60 degree. Calculate all its outer angles. എന്താ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ വെറുതെ ആംഗിൾ എന്ന് പറയുമ്പോൾ അവിടെ മീൻ ചെയ്യുന്നത് ഇന്നർ ആംഗിളിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഔട്ടർ ആംഗിൾ ആണെങ്കിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ഔട്ടർ ആംഗിൾ ആണ് എന്നുള്ളത്. അപ്പൊ ആംഗിൾ എന്ന് കാണുമ്പോൾ ഓർത്തിരിക്കുക, അത് എന്തായിരിക്കും, ഇന്നർ ആംഗിൾ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ 2 ഇന്നർ ആംഗിൾസ് തന്നിട്ടുണ്ട്, 40 ഡിഗ്രി 60 ഡിഗ്രി എന്ന്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഔട്ടർ ആംഗിൾസും കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്കൊന്ന് ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇപ്പൊ ഒരു ട്രയാങ്കിളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിൾ വരക്കാം. ഓക്കെ, ഔട്ടർ ആംഗിൾ ഒക്കെ വേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈഡ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ, 2 ഇന്നർ ആംഗിൾസ് 40 ഡിഗ്രിയും 60 ഡിഗ്രിയും വീതമാണ്. അപ്പൊ നമ്മളത് കൊടുത്തു. ഇവിടെ 40 ഡിഗ്രി എന്നും കൊടുത്തു, ഇവിടെ 60 ഡിഗ്രി എന്നും കൊടുത്തു. അപ്പോ നമുക്കിനി ഒരു ഇന്നർ ആംഗിൾ കൂടി കണ്ടുപിടിക്കാനുണ്ട് അല്ലെ. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, ഇതിന് മിസ് എക്സ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലെ. എന്തായിരുന്നു ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ പറയുന്നത്, നമ്മുടെ ട്രയാങ്കിളിന്റെ എല്ലാ ഇന്നർ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും എന്നതാണ് നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എക്സ് പ്ലസ് 40 പ്ലസ് 60 എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതായത് ഈ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി 40 പ്ലസ് 60 എത്രയാണ്, നമുക്കറിയാം 100 ആണ് അല്ലെ. അപ്പോ എക്സ് പ്ലസ് 100 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് അറിയേണ്ടത് അല്ലെ. എക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ 100നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ 100നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് -100 ആയിട്ട് മാറും. സോ 180 മൈനസ് 100 ദിസ് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ, ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആംഗിള് എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി, 80 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസ് എല്ലാം കിട്ടി. ഇനി എന്താ വേണ്ടേ, ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഔട്ടർ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം.
അപ്പോ ആദ്യം നമുക്ക് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഈ ഒരു വേർട്ടിക്സിലെ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലെ. ലീനിയർ പെയർ, രേഖീയ ജോഡി വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇത് ടോട്ടൽ ആയിട്ട് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. നമുക്ക് എന്താ വേണ്ടേ? ഈ ഒരു ആംഗിൾ മാത്രമാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ അതെന്തായിരിക്കും? 180യിൽ നിന്നും 60 മൈനസ് ചെയ്താൽ മതിയല്ലോ. ഈ ആംഗിൾ എന്തായിട്ട് മാറും? 180 മൈനസ് 60 ഡിഗ്രി ആയിട്ട് മാറും. ദിസ് ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ആംഗിൾ ടോട്ടൽ, ഓക്കെ ഇതൊരു ലൈൻ ആണ്, ലൈനിലെ ടോട്ടൽ വരുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഇവിടെയും വരെ നമുക്ക് 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ ബാക്കിയുള്ള ഭാഗം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇത്രയും ഭാഗം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് 40 ചെയ്താൽ മതി അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 140 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലെ. ഇത് ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രി ആണ്. നമുക്കറിയാം ഒരു വേർട്ടെക്സിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. സോ ടോട്ടൽ 180 ഡിഗ്രി ആണ്. ആൻഡ് ഈ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഇവിടെ തുടങ്ങി ഇവിടെയും വരെയുള്ള ഭാഗം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 180യിൽ നിന്നും 80 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ വി ഗെറ്റ് 100 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഔട്ടർ ആംഗിളും കിട്ടിയില്ലേ? ഇതായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം. അതായത് നമ്മുടെ ഇന്നർ ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി വീതമായിരുന്നു എങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് 40, 180 മൈനസ് 60, 180 മൈനസ് 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇന്നർ ആംഗിൾ എങ്കിൽ നമ്മുടെ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പൊ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് നോക്കിക്കേ. കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഇൻ ദ ഫിഗർ ബിലോ. നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 35 ഡിഗ്രി, 105 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് രണ്ട് ആംഗിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിസ് ഓരോന്നിനും പേര് കൊടുക്കുകയാണ്. ഇവിടെ എ എന്ന് കൊടുത്തു, ബി, സി, ഡി. ഓക്കെ, ഈ എ ബി സി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടി കൊടുത്തതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. എ ബി സി എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോ മിസ്സിയോടെ ആദ്യം ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ആംഗിൾ ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊരു ലീനിയർ പെയർ ആണ് അല്ലെ. ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ഇത് ടോട്ടൽ അല്ലെ. ഇത് ടോട്ടൽ എത്രയാണ് നമുക്ക് പറയാം? 180 ഡിഗ്രി ആണെന്ന് പറയാം. ആൻഡ് ഇവിടെയും വരെ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 105 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 180യിൽ നിന്നും എന്ത് ചെയ്യുക? 105 മൈനസ് ചെയ്യുക. 180 മൈനസ് 105 is equal to നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, എ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 75 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്കിവിടെ 35 ഡിഗ്രി ഉണ്ട്, ഇവിടെ 75 ഡിഗ്രി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ബി കണ്ടുപിടിക്കാലോ. ബി എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ ആംഗിൾ ആണ് അല്ലെ. അപ്പൊ രണ്ട് ഇന്നർ ആംഗിൾ അറിയാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലെ. ട്രയാങ്കിളിന്റെ എങ്ങനെയാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പൊ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് എത്രയാണ്? 35 തന്നിട്ടുണ്ട്, 75 തന്നിട്ടുണ്ട്. അപ്പൊ 35 പ്ലസ് 75 ചെയ്യാം. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 180 മൈനസ് നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 110 എന്ന് നമുക്ക് കിട്ടും. ദിസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് നമുക്ക് ബി കിട്ടി. ഓക്കെ, ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 70 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സി കണ്ടുപിടിക്കാലോ. സി എങ്ങനെ കണ്ടുപിടിക്കുന്നേ? അത് ഔട്ടർ ആംഗിൾ ആണ്. ഇവിടുത്തെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 70 ഡിഗ്രി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 70 ചെയ്യുക. ഓക്കെ, എത്ര കിട്ടും? 110 ഡിഗ്രി എന്ന് നമുക്ക് സി കിട്ടും. ഓക്കെ, ഇവിടെ എത്രയാണെന്ന് കിട്ടി? 110 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഡിയും കണ്ടുപിടിക്കാലോ. ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു ഔട്ടർ ആംഗിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 180യിൽ നിന്നും ഇന്നർ ആംഗിൾ ആയിട്ടുള്ള 35 മൈനസ് ചെയ്യുക. എന്ത് ചെയ്യുക? ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് 35 ഇസ് ഈക്വൽ ടു എത്ര വരും? 145 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ,
ഇതെന്ന് പറയുന്നത് 145 ഡിഗ്രി ആണ് എന്ന് കിട്ടി. അപ്പൊ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇന്നർ ആംഗിളും കണ്ടുപിടിക്കാനുണ്ടായിരുന്നു, ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ഓൾ ഔട്ടർ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതില് കുറച്ച് കോണുകള്, കുറച്ച് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നേരത്തെ നമ്മള് ട്രയാങ്കിളിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. മിസ് ഇതിനിവിടെ എ എന്ന് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുത്തു, ഇവിടെ സി എന്ന് കൊടുത്തു, ഇവിടെ ഡി കൊടുത്തു, ആൻഡ് ഇവിടെ ഇ എന്നും കൊടുത്തു. ഇപ്പൊ എ ബി സി ഡി ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എ നോക്കാം. എ നോക്കിക്കേ, നമ്മുടെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ നമുക്കറിയാം 4 ആംഗിൾസ് ആണ് ഉള്ളത്. അതിൽ 3 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. 4ാമത്തെ ആംഗിൾ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പൊ 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിലെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എത്രയാ കിട്ടുന്നത്? 360 ഡിഗ്രി ആണ് കിട്ടുന്നത് അല്ലെ. അപ്പോ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 360യിൽ നിന്നും എന്ത് ചെയ്യാ? ബാക്കി 3 ആംഗിൾസ് ആഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാ? മൈനസ് ചെയ്യാ. അപ്പൊ എന്ത് ചെയ്താൽ മതി? എ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രിയിൽ നിന്നും എന്ത് ചെയ്യാ? ബാക്കി 3 ആംഗിൾസിന്റെ സം എത്രയൊക്കെയാണ്? 130 ഡിഗ്രി, 70 ഡിഗ്രി, 60 ഡിഗ്രി. എത്ര വരും? 130 പ്ലസ് 70 പ്ലസ് 60 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി this is equal to 360 ഡിഗ്രി മൈനസ് എത്ര വരും? ഇത് ആഡ് ചെയ്യുമ്പോൾ 260 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, അപ്പോ എ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 100 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ബി നോക്കാം. ബി എന്ന് പറയുന്നത് ഒരു ഔട്ടർ ആംഗിൾ ആണ്. ആൻഡ് ആ വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്നും 130 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കിട്ടും? 180 മൈനസ് 130 is equal to 50 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് സി നോക്കുക. സിയിലും എന്ത് തന്നെയാണ്? സി എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 180യിൽ നിന്നും ഇന്നർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ 180 മൈനസ് 70 ചെയ്യുക. 180 മൈനസ് 70 this is equal to 110 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 110 ഡിഗ്രി ആണ് എന്നും കിട്ടി. ഓക്കെ, പിന്നെ അടുത്ത ആരെയാണ്? ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിയും എന്ത് തന്നെയാണ്? ഔട്ടർ ആംഗിൾ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ടോട്ടൽ എന്ന് പറയുന്നത് ഈ ലീനിയർ പെയർ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. സോ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? 180യിൽ നിന്നും ഈ 60 ഡിഗ്രിയെ മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഡിയുടെ വാല്യൂ എത്രയാണ്? 120 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇനി ആരെയാ കണ്ടുപിടിക്കാനുള്ളത്? ഇനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇയും ഔട്ടർ ആംഗിൾ ആണ്. ആൻഡ് ഇത് ടോട്ടല് 180 ഡിഗ്രി ആണെന്ന് അറിയാം. ആൻഡ് എ എന്ന് പറയുന്ന ഈ ഒരു ആംഗിള് എത്രയാണ്? 100 ഡിഗ്രി ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 180യിൽ നിന്നും 100 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, പി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് 100 ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ആയിരുന്നു തന്നിരുന്നത്. അതിലെ എല്ലാ ആംഗിൾസും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താണെന്ന് നോക്കിക്കേ. Prove that in any triangle the outer angle at a vertex is equal to the sum of the inner angles at the other two vertices. എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ, ഏതൊരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതില് ഒരു വേർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റു 2 വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സം ആയിരിക്കും എന്നതാണ് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഇതുപോലെ വരക്കാം. നോക്കിക്കേ, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ മിസ് വരച്ചു. ഔട്ടർ ആംഗിൾ കിട്ടാനായിട്ട് നമ്മൾ ഒരു സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എ ബി സി ഡി എന്ന് മിസ് ഇതിന് പേര് കൊടുത്തു. നമുക്ക് എന്താ കാണിക്കണ്ടേ? ഇവിടുത്തെ ഈ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, സി എന്ന് പറയുന്ന വേർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്
മറ്റു രണ്ട് വേർട്ടെക്സിലെ, അതായത് എ എന്ന് പറയുന്ന വേർട്ടെക്സിലെയും ബി എന്ന് പറയുന്ന വേർട്ടെക്സിലെയും ഇന്നർ ആംഗിളിന്റെ സം ആണ് എന്ന് കാണിക്കണം. അതായത് ഈ ആംഗിൾ സി, ഇവിടുത്തെ സി എന്ന് പറയുന്ന ഔട്ടർ ആംഗിള് കോൺ എ പ്ലസ് കോൺ ബി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇത് ഒരു ലീനിയർ പെയർ ആണ് അല്ലെ. ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രി. ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ്. സോ ഇത് ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ആംഗിളും, അതായത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആണെന്ന് പറയാലോ. അപ്പൊ അതെങ്ങനെ എഴുതും? നമ്മള് പേര് കൊടുത്ത് എഴുതാം അല്ലെ. ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ എ സി ബി ആണ് അല്ലെ. കോൺ എ സി ബി പ്ലസ് അടുത്തത് ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ എ സി ഡി. ആംഗിൾ എ സി ഡി. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി ആണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് നമുക്ക് എന്തറിയാം? നമ്മുടെ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ, ഓക്കെ, ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു, അതിലെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം? 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആൻഡ് ദിസ് ആംഗിൾ, ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ സി ബി. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്? 180 ഡിഗ്രി ആണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി വഴിയായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നതും 180 ഡിഗ്രി ആണ്. സെക്കൻഡ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നതും 180 ഡിഗ്രി ആണ്. സോ ഈ രണ്ട് ഇക്വേഷൻസും എന്താണ്? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. രണ്ടും 180 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാലോ. അതായത് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ സി ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെയും ആംഗിൾ എ സി ബി ഉണ്ട്, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലും ആംഗിൾ എ സി ബി ഉണ്ട്. രണ്ടും പ്ലസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കട്ട് ചെയ്ത് കളയാം അല്ലെ, ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ ഇവിടെ ഉള്ള? ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് നമുക്ക് കിട്ടി. ഇതായിരുന്നില്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? അതായത് ഈ ഒരു ആംഗിൾ, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഒരു ഔട്ടർ ആംഗിൾ എന്താണ്? ആംഗിൾ എ സി ഡി എന്ന് പറയുന്ന ഈ ഒരു ആംഗിള് എന്താ പറയണ്ടേ? ഈ സി അല്ലാതെ മറ്റ് രണ്ട് വേർട്ടെക്സ് എയും ബി എന്ന് പറയുന്ന ഈ രണ്ട് വേർട്ടെക്സിലെയും ഇന്നർ ആംഗിൾസിന്റെ സം ആണ് എന്നായിരുന്നു കാണിക്കാനുണ്ടായിരുന്നത്. നമുക്ക് കിട്ടിയില്ലേ? ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ് നമുക്ക് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് any triangle, in any triangle, the outer angle at a vertex is equal to the sum of the inner angles at other two vertices. Okay, നമ്മൾ ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. എന്താണെന്ന് നോക്കിക്കേ. അൺചേഞ്ചിങ് സം അഥവാ മാറാത്ത തുക എന്നതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ. എന്താണ് ഈ മാറാത്ത തുക? ഏതാണ് ഈ മാറാത്ത തുക? അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ രണ്ട് ഫിഗർ മിസ് ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസ് ആണ് അല്ലെ തന്നേക്കുന്നത്. ഈ ട്രയാങ്കിൾസിന്റെ ഇന്നർ ആംഗിൾസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ച് നോക്കാം. നിങ്ങൾ ഇപ്പൊ കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മിസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതുവാണ്. നോക്കിക്കേ, ഇവിടുത്തെ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? ഈ ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? 180ൽ നിന്നും 40 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? 140 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും കിട്ടുന്നത്? 180ൽ നിന്നും 60 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. ആൻഡ് ദിസ് ആംഗിൾ ഈസ് എത്രയാണ്? 180 മൈനസ് 80 ആണ്. സോ എത്രയാ കിട്ടുന്നത്? 100 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ആൻഡ് നമുക്ക് ഈ ട്രയാങ്കിളിന്റെയും ഒന്ന് ഔട്ടർ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 180 മൈനസ് 55, ദാറ്റ് ഈസ് 125 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെയും 55 ആണ്. സോ 180 മൈനസ് 55 ഈസ് 125 ഡിഗ്രി. ആൻഡ് ഇവിടെ എന്തായിരിക്കും വരുന്നത്? 180ൽ നിന്നും 70 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 110 ഡിഗ്രി എന്ന് കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് മിസ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയേക്കുവാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്, സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ അകത്തുള്ള എല്ലാ കോണുകളും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്.
ഇനി ഇതിപ്പോ പറഞ്ഞത് ഇന്നർ ആംഗിൾസിന്റെ കേസ് ആയിരുന്നു അല്ലെ. ഇനി ഇതുപോലെ ഔട്ടർ ആംഗിൾസിന്റെ സമ്മിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഔട്ടർ ആംഗിൾസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഔട്ടർ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 140 പ്ലസ് 120 പ്ലസ് 100 അല്ലെ. 140യും 120യും 100ഉം ആണ് ഇവിടുത്തെ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത്. സോ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ആഡ് ചെയ്ത് നോക്കിക്കേ, എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 360 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി അതുപോലെ ഈ ട്രയാങ്കിളിന്റെയും ഔട്ടർ ആംഗിൾസ് ഒന്ന് സം ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും കിട്ടുന്നത്? 110 ഡിഗ്രി പ്ലസ് 125 ഡിഗ്രി പ്ലസ് 125 ഡിഗ്രി. ഇപ്പോഴും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 360 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് എന്താ മനസ്സിലാകുന്നേ? ഏതൊരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ്. ആൻഡ് ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ കേസിൽ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററലിന്റെ കേസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഇവിടെ 2 ക്വാഡ്രിലാറ്ററൽസ് തന്നിട്ടുണ്ട്. അതിന് ഇന്നർ ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ടർ ആംഗിൾസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180യിൽ നിന്നും 120 ഡിഗ്രി മൈനസ് ചെയ്യാം. എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. ആൻഡ് this one is 180 minus 60 degree, that is 120 degree നമുക്ക് കിട്ടി. അതുപോലെ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 180യിൽ നിന്നും 80 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 180 minus 80 is 100 degree. Okay, and this angle is എത്രയാണ്? 180 minus 100 ആണ്, that is 80 degree എന്നും നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എത്രയാ വരുന്നത്? ഈ ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്നും 80 ഡിഗ്രി മൈനസ് ചെയ്യുന്നതാണ്. സോ എത്ര വരും? 100 ഡിഗ്രി എന്ന് കിട്ടും. ആൻഡ് ദിസ് വൺ ഓൾസോ എത്രയാണ്? 100 ഡിഗ്രി ആണ്. കാരണം എന്താണ്? 180യിൽ നിന്നും 80 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത് നോക്കിക്കേ. ഇവിടെ എത്രയായിരിക്കും കിട്ടുന്നത്? 180യിൽ നിന്നും 50 മൈനസ് ചെയ്യുക. സോ ദിസ് വൺ ഈസ് 130 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ഇവിടെ എന്തായിരിക്കും വരുന്നത്? 180യിൽ നിന്നും 150 മൈനസ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി എന്നും കിട്ടും. അപ്പൊ നമ്മള് ഈ 2 ക്വാഡ്രിലാറ്ററൽസിന്റെയും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സം ചെയ്ത് നോക്കാം. ഔട്ടർ ആംഗിൾസിന്റെ സം ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വാഡ്രിലാറ്ററലില് സം എന്തായിരിക്കും വരുന്നത്? നമുക്കറിയാം ഇവിടുത്തെ ഔട്ടർ ആംഗിൾസ് ഏതൊക്കെയാണ്? 60 ഡിഗ്രി, 120 ഡിഗ്രി, 100 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി ആണ്. അപ്പൊ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. എത്രയാ വരുന്നത്? 60 പ്ലസ് 120 പ്ലസ് 100 പ്ലസ് 80. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? നമുക്ക് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും. ഇതുപോലെ തന്നെ അടുത്തതിന്റെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാം. ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. 30 ഡിഗ്രി ഉണ്ട്, 100 ഡിഗ്രി ഉണ്ട്, വീണ്ടും ഒരു 100 ഡിഗ്രി ഉണ്ട് ആൻഡ് 130 ഡിഗ്രി ഉണ്ട്. ഇത് സമ്മപ്പ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 100 പ്ലസ് 30 പ്ലസ് 130 പ്ലസ് 100. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടിയേ? 360 ഡിഗ്രി എന്ന് തന്നെ കിട്ടി. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? ക്വാഡ്രിലാറ്ററലിന്റെ കേസ് എടുത്തപ്പോഴും ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് കിട്ടി. ട്രയാങ്കിളിന്റെ കേസിലും എന്ത് തന്നെയാ കിട്ടിയത്? ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ പെന്റഗൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? സം ഓഫ് ദ ഔട്ടർ ആംഗിൾ ഈസ് 360 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഏതൊരു പോളിഗൺ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടിയായിരുന്നു ഇന്നർ ആംഗിളിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ് n-2 into 180 ഡിഗ്രി. ഓക്കെ, വേർ n is the number of side. അപ്പോ സൈഡിന് എത്ര സൈഡ് കൂടുന്നത് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഇന്നർ ആംഗിളിന്റെ സമ്മില് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അപ്പോ നമ്പർ ഓഫ് സൈഡ് ചേഞ്ച് ചെയ്യുന്നത് അനുസരിച്ച് ഇന്നർ ആംഗിളിന്റെ സമ്മില് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എത്ര സൈഡ് ആയി കഴിഞ്ഞാലും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തെ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിളിന്റെ കേസാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് എല്ലാ ഔട്ടർ ആംഗിൾസും കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമെന്ന് കാണിക്കണം?
360 ഡിഗ്രി കിട്ടുമെന്ന് കാണിക്കണം. അപ്പൊ ഒരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന്റെ ഔട്ടർ ആംഗിൾസ് XYZ ആണ് എന്ന് മിസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ കാണിക്കണ്ടേ? ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് കാണിക്കണം. അതായത് X പ്ലസ് Y പ്ലസ് Z എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്നതാണ് നമുക്ക് കാണിക്കാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ ഔട്ടർ ആംഗിൾ തന്നിട്ടുണ്ട് എങ്കിൽ ഇന്നർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ഭാഗം അല്ലെ, ഈ ഒരു ഇന്നർ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ടോട്ടൽ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ ഇവിടെയും വരെ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 180 മൈനസ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് വൈ ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 180 മൈനസ് ഇസഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇന്നർ ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇൻ എ ട്രയാങ്കിൾ ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളില് എല്ലാ ഇന്നർ ആംഗിൾസിന്റെയും സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇവിടുത്തെ ഇന്നർ ആംഗിൾസ് ആണ് ഇതും 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 അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടണ്ടേ? 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ പ്ലസ് 180 മൈനസ് z is equal to 180 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ ഒരു 180 ഉണ്ട്, ഇവിടെ ഒരു 180 ഉണ്ട്, ഇവിടെ ഒരു 180 ഉണ്ട് അല്ലെ. 180 പ്ലസ് 180 പ്ലസ് 180 എത്ര കിട്ടും നമുക്ക്? 540 എന്ന് കിട്ടും. 540 മൈനസ് നമുക്ക് എന്താ കിട്ടുന്നേ? മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാത്തിലും എന്തുണ്ട്? മൈനസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ മൈനസിന് നമ്മള് പുറത്തേക്ക് എടുക്കുകയാണ്. എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് മൈനസിനെ പുറത്തെടുത്തു. നമുക്ക് എന്ത് കിട്ടും? 540 മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് 180യെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരുന്നു. അപ്പൊ എന്തായിട്ട് മാറും? 540 ഓൾറെഡി ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡില്. 180നെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്തായിട്ട് മാറി? അത് മൈനസ് 180 ആയിട്ട് മാറി. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്ന ഈ സംഭവം മൊത്തത്തിൽ എന്തായിരുന്നു? മൈനസ് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി 540 മൈനസ് 180 നമുക്ക് എത്രയാണെന്ന് അറിയാം? 360 ഡിഗ്രി ആണ് അറിയാം. ഓക്കെ, 360 ഡിഗ്രി is equal to x plus y plus z. ഇതായിരുന്നില്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? x plus y plus z എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്നതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് ട്രയാങ്കിളിന്റെ കേസ് കണ്ടു. ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററലിന്റെ കേസ് നോക്കാം. ഓക്കെ, അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൽ, ഒരു ചതുർഭുജത്തിൽ നമുക്ക് എന്താ കാണിക്കണ്ടേ? എല്ലാ ഔട്ടർ ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് കാണിക്കണം? 360 ഡിഗ്രി ആണെന്ന് കാണിക്കണം. അതായത് ഇവിടെ മിസ് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിന്റെ ഔട്ടർ ആംഗിൾസ് എ ബി സി ഡി വീതമാണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണിക്കണ്ടേ? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ചെയ്യുമ്പോ 360 ഡിഗ്രി ആണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പൊ കാണിക്കാനുള്ള കാര്യം, പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ അവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്കിവിടെ ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലോ. എങ്ങനെയാണ്? ഔട്ടർ ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തായിരിക്കും വരുന്നത്? 180യിൽ നിന്നും എ മൈനസ് ചെയ്യുക അല്ലെ. ടോട്ടൽ 180 ആണ്. ആൻഡ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് എ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് ബി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 180 മൈനസ് ഡി എന്ന് എഴുതാം. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 180 മൈനസ് സി. ഓക്കെ, ഇന്നർ ആംഗിൾ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ അത് വെച്ച് മിസ് എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ക്വാഡ്രിലാറ്ററലിൽ എന്തറിയാം? ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, എത്രയാണ്? 360 ഡിഗ്രി ആണ്. ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഓക്കെ, അതിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എഴുതാം. എങ്ങനെയാ വരുന്നത്? 180 മൈനസ് എ പ്ലസ് 180 മൈനസ് ബി പ്ലസ് 180 മൈനസ് സി പ്ലസ് 180 മൈനസ്
D is equal to 360 ഡിഗ്രി. ഓക്കെ, ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇവിടെ ഒരു 180 ഉണ്ട് ആൻഡ് ഇവിടെയും ഒരു പ്ലസ് 180 ഉണ്ട്, ഇവിടെയും പ്ലസ് 180 ഉണ്ട്, ഇവിടെയും പ്ലസ് 180 ഉണ്ട്. ഇപ്പൊ 4 180 ഉണ്ട് അല്ലെ. ഇപ്പൊ 4 into 180 എന്ന് പറയുന്നത് നമുക്ക് അറിയാം എത്രയാണ്, 720 എന്ന് നമുക്ക് അതിന് എഴുതാം. അത് ടോട്ടൽ നമുക്ക് എത്രയാണെന്ന് എഴുതാം, 720 എന്ന് എഴുതാം. ബാക്കി എന്താ ഉള്ളത്, ഒരു മൈനസ് എ ഉണ്ട്, മൈനസ് ബി ഉണ്ട്, മൈനസ് സി ഉണ്ട്, മൈനസ് ഡി ഉണ്ട്, റൈറ്റ് സൈഡിൽ 360 ഡിഗ്രിയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി. ഇനി ഇവിടെ എല്ലായിടത്തും എന്താണ്, മൈനസ് കോമൺ ആയിട്ടുണ്ട് അല്ലെ. മൈനസിന് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. 720 മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ ബ്രാക്കറ്റിന്റെ അകത്ത് എന്താ വരുന്നത്, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൈനസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് 360 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരുന്നു. എന്തായിട്ട് മാറും നോക്കിക്കേ, 720 മൈനസ് 360 ഡിഗ്രി is equal to a plus b plus c plus d എന്ന് നമുക്ക് കിട്ടും. 720യിൽ നിന്ന് 360 മൈനസ് ചെയ്ത് എത്രയാ നമുക്ക് കിട്ടുന്നേ, 360 ഡിഗ്രി ആണ്. ഓക്കെ, this is equal to a plus b plus c plus d എന്ന് കിട്ടി. ഓക്കെ, എന്താണ് നമുക്ക് കിട്ടിയത്, a plus b plus c plus d എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇതായിരുന്നില്ല നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയത്, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ കേസിലും എന്താണെന്ന് കിട്ടിയ, ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ട്രയാങ്കിളിന്റെ കേസും കണ്ടു, ക്വാഡ്രിലാറ്ററലിന്റെ കേസും കണ്ടു. ഇനി ടോട്ടൽ നമ്മളൊരു പോളിഗന്റെ കേസാണ് പറയുന്നത്. മൊത്തത്തിൽ എങ്ങനെയാണ്, ജനറൽ ആയിട്ട് എങ്ങനെയാണ് വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കേ, കൺസിഡർ ആൻ എൻ സൈഡഡ് പോളിഗൺ. നമ്മൾ എന്താ ചെയ്യുന്നത്, n sides ഉള്ള ഒരു പോളിഗൺ നമ്മൾ കൺസിഡർ ചെയ്തു. In general, n vertices and a linear pair formed by inner and outer angles at each vertex. ഇതെവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ n സൈഡ് ഉള്ള ഒരു പോളിഗൺ ആണ് എങ്കിൽ നമുക്കറിയാം അതിന് n vertices ഉണ്ടാവും അല്ലെ. n vertices ആയിരിക്കും അതിന് ഉണ്ടാവുന്നത്. ആൻഡ് ഓരോ verticesലെയും ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും കൂടി ചേർന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ n വേർട്ടിസസ് ഉണ്ട്, ഓരോ വേർട്ടിസസിലും ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, അവിടെ ടോട്ടൽ n ലീനിയർ പെയർസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സം ഓഫ് ദ, ഓക്കെ, ഇത് സം ഓഫ് ഓൾ ദീസ് ആംഗിൾസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് പറയാം, ഒരു ലീനിയർ പെയർ ആണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള n ലീനിയർ പെയർസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ടോട്ടൽ എങ്ങനെയുണ്ട്, n into 180 ഡിഗ്രി പെയർസ്. ഓക്കെ, ഇത്രയുമാണ് ആംഗിൾസിന്റെ സം എന്ന് പറയാം. ഓക്കെ, അതായത് ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പോളിഗണിലെ ടോട്ടൽ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് പറയാം, n into 180 ഡിഗ്രി ആണ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും n സൈഡുള്ള ഒരു പോളിഗൺ ആണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്. n സൈഡുള്ള ഒരു പോളിഗൺ നമ്മൾ എടുക്കുവാണെങ്കിൽ അതില് ടോട്ടൽ സം ഓഫ് ഓൾ ആംഗിൾസ്, ഇന്നർ ആംഗിൾസ് ആൻഡ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് n into 180 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത്, n സൈഡുള്ള ഒരു പോളിഗണില് ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, n-2 into 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അപ്പോ ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും സം ചെയ്യുമ്പോൾ n into 180 ഡിഗ്രി ആണ് നമുക്കറിയാം. ആൻഡ് ഇന്നർ ആംഗിൾസിന്റെ മാത്രം സം എന്ന് പറയുന്നത് n-2 into 180 ഡിഗ്രി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾസിന്റെ സം എങ്ങനെയായിരിക്കും, ഈ മൊത്തത്തിലുള്ള ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഇന്നർ ആംഗിൾസിന്റെ സം മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും, n into 180 ഡിഗ്രി മൈനസ് n-2 into 180 ഡിഗ്രി എന്ന് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പൊ എന്താ കിട്ടുന്നത്, n into ഒരു 180 ഡിഗ്രി ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട് പുറത്ത്. ഓക്കെ, ഇവിടെ കിടക്കുന്ന 180 ഡിഗ്രി n into 180 ഡിഗ്രി നമ്മൾ എഴുതി. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, മൈനസ് n into 180 ഡിഗ്രി, ഓക്കെ, n into 180 ഡിഗ്രി പ്ലസ് 2 into 180 ഡിഗ്രി എന്നായിരിക്കും നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. n into 180 ഡിഗ്രി മൈനസ് n into 180 ഡിഗ്രി എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത്, 2 into 180 ഡിഗ്രി ഉണ്ട് നമ്മൾ എഴുതി. 2 into 180 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി, 360 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി, 360 ഡിഗ്രി ആണെന്ന് കിട്ടി.
അപ്പോ ഏതൊരു പോളിഗൺ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിലെ ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യമാണ് നമ്മുടെ കോൺസെപ്റ്റ് 3. ഓക്കെ, എന്താണ്? The sum of the outer angles of any polygon is 360 degree. ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സം, പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഏത് സെക്ഷൻ ആയിരുന്നു? അൺചേഞ്ചിങ് അല്ലെ, അൺചേഞ്ചിങ് സം എന്ന് പറയുന്ന സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഏതായിരുന്നു മാറാത്ത തുക? നമ്മുടെ ഈ ഔട്ടർ ആംഗിളിന്റെ സം ആണ് ഒരിക്കലും മാറാത്തത്. ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യം വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. All angles in an 18-sided polygon are equal. How much is each outer angle? അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗണിന് 18 സൈഡ്സ് ആണുള്ളത്. ഓക്കെ, 18 സൈഡ് ഉള്ള ഒരു പോളിഗൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അവിടെ ഈ പോളിഗണിന്റെ എല്ലാ ആംഗിൾസും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആംഗിൾസും മീൻസ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾസ് എത്ര വീതമായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 18 സൈഡഡ് പോളിഗൺ ആണ് തന്നിരിക്കുന്നത്. അത് വരച്ചെടുക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ്. അപ്പൊ മിസ് ഇപ്പോ ഒരു ട്രയാങ്കിൾ വരക്കാണെന്ന് വിചാരിക്കാം. ഇതില് എല്ലാ ആംഗിൾസും ഇന്നർ ആംഗിൾസും ഈക്വൽ ആണ്. ഇപ്പോ 30 ഡിഗ്രി വീതമാണെന്ന് വിചാരിക്കാം. ഓക്കെ, 30 ഡിഗ്രി വീതമാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഔട്ടർ ആംഗിൾസിനെ പറ്റി നമുക്ക് എന്ത് പറയാം? ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 180 മൈനസ് 30 ആയിരിക്കും 150 ഡിഗ്രി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 150 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? 150 ഡിഗ്രി തന്നെ കിട്ടും. അപ്പോ ഇന്നർ ആംഗിൾസ് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഔട്ടർ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 18 സൈഡുള്ള ഒരു പോളിഗൺ ഉണ്ട്. അതിന്റെ എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പോളിഗണിന്റെ എല്ലാ ഔട്ടർ ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് നമുക്ക് എന്തറിയാം? സം ഓഫ് ദ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ്. ഓക്കെ, ഇവിടെ 18 സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ 18 ഔട്ടർ ആംഗിൾസും ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സം ഓഫ് 18 ഔട്ടർ ആംഗിൾസ്. ഇവിടെ ടോട്ടൽ 18 ഔട്ടർ ആംഗിൾസ് ആണ്, പുറം കോണുകളാണ് ഉള്ളത്. ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മാണ് നമ്മൾ പഠിച്ചത് 360 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതില് എല്ലാ ഔട്ടർ ആംഗിൾസ് എന്താണെന്നും തന്നിട്ടുണ്ട്? ഈക്വൽ ആണ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിള് എത്രയായിരിക്കും? ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? എന്താ ചെയ്യണ്ടേ? 1 ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈച്ച് ഔട്ടർ ആംഗിൾ, ഓരോ ഔട്ടർ ആംഗിളും നമുക്ക് എത്ര വീതമാണെന്ന് പറയാം? ഈച്ച് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു ടോട്ടൽ 360 ഡിഗ്രി ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ 18 ഔട്ടർ ആംഗിൾസ് ആണുള്ളത്, അത് വെച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഓരോ ഔട്ടർ ആംഗിൾസും എത്ര വീതമാണെന്ന് കിട്ടും? 20 ഡിഗ്രി വീതം ആണ് നമുക്ക് കിട്ടും. അപ്പോ നമുക്ക് അറിയാവുന്നത് എന്തായിരുന്നു? ഔട്ടർ ആംഗിൾസിന്റെ എല്ലാത്തിന്റെയും കൂടി സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് നമുക്കറിയാം. ആൻഡ് ദിസ് പോളിഗൺ ഹാവ് 18 സൈഡഡ്, സോ ഇറ്റ് ഹാസ് എത്രയാണ് നമുക്ക് പറയാം? 18 ഔട്ടർ ആംഗിൾസും ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ സം ഓഫ് 18 ഔട്ടർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈച്ച് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 18, ദാറ്റ് ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a polygon with all angles equal, one outer angle is twice an inner angle. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗണിലെ എല്ലാ ആംഗിൾസും സെയിം ആണ്, ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്നർ ആംഗിളിന്റെ ഇരട്ടിയാണ്. ട്വൈസ് ആൻ ഇന്നർ ആംഗിൾ ആണ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. How much is each of its angle? ഓരോ ആംഗിൾസും, ഓരോ കോണുകളും എത്ര വീതമാണ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് എത്ര സൈഡ് ഉണ്ട് ഈ പോളിഗണിന് എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒരു വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിളും മിസ് വരക്കുവാണ്. ഓക്കെ, ഇങ്ങനെയാണ്
നമ്മുടെ പോളിഗൺ പോയേക്കെന്ന് വിചാരിക്കുക. എത്ര സൈഡ് ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ജസ്റ്റ് നമ്മളൊരു പോളിഗന്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ വരച്ചു. ഇതാണ് ഈ പോളിഗന്റെ ഇന്നർ ആംഗിൾ ആൻഡ് ദിസ് വൺ ഈസ് ഔട്ടർ ആംഗിൾ നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്നർ ആംഗിൾ, ഓക്കെ, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ആംഗിളിന്റെ ഇരട്ടിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ് ഇപ്പോ ഇന്നർ ആംഗിളിനെ എക്സ് ആയിട്ട് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഇരട്ടി ആയിരിക്കും അല്ലെ, ട്വൈസ് ആണ്. അപ്പൊ 2 × x ആയിരിക്കും ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. മിസ് എടുത്ത് എഴുതുവാണ്. ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു x ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 2x എന്ന് നമുക്ക് കിട്ടും. ഇനി ഒരു വേർട്ടെക്സിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി ഫോം ചെയ്യുന്ന എന്താണ്? ലീനിയർ പെയർ ആണ്. ആൻഡ് അതിന്റെ സം എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ് നമുക്കറിയാം? 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. അതായത് ഇവിടെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് x ആണ്, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 2x ആണ്. സോ x പ്ലസ് 2x ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് അറിയാം? 180 ഡിഗ്രി ആണെന്ന് അറിയാം ലീനിയർ പെയറിന്റെ ഇത് വെച്ചിട്ട്. ഓക്കെ, ഇനി x പ്ലസ് 2x എത്രയാണ്? 3x ആണ് അല്ലെ. 3x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ദെൻ x ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം? 3നെ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്ത് സംഭവിക്കും? 180 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലേക്ക് പോയപ്പോഴേക്കും അത് എന്തായി? അത് ഡിവിഷൻ ആയിട്ട് മാറി. 180 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ 3 60 ഡിഗ്രി ആണ്. ഈ x എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. x ആരായിരുന്നു? നമ്മുടെ ഇന്നർ ആംഗിൾ ആയിരുന്നു. സോ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഇന്നർ ആംഗിളിന്റെ ട്വൈസ് ആണ് അല്ലെ, അതായത് ഇരട്ടിയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 2x. അപ്പൊ 2 × x എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി നമുക്ക് കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന പോളിഗന്റെ എല്ലാ ആംഗിൾസും സെയിം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ എല്ലാ ഇന്നർ ആംഗിളും 60 ഡിഗ്രി വീതവും എല്ലാ ഔട്ടർ ആംഗിളും 120 ഡിഗ്രി വീതവുമാണ് എന്ന് നമുക്ക് കിട്ടി. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. എന്താണെന്ന് നോക്കിക്കേ. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇതൊക്കെ നമ്മൾ ആദ്യത്തേക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടാകും എന്നതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി വീതമാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി വീതമാണ്. ആൻഡ് ഓൾ ഔട്ടർ ആംഗിൾസ് ആർ ഈക്വൽ എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. സോ എല്ലാ ഔട്ടർ ആംഗിളും ഈക്വൽ ആണ്. ഓരോ ഔട്ടർ ആംഗിൾ എത്ര വീതമാണ്? 120 ഡിഗ്രി വീതമാണ്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഈച്ച് ഔട്ടർ ആംഗിൾ ഇസ് 120 ഡിഗ്രി വീതമാണ് എന്നും നമുക്കറിയാം. ഓക്കെ, 120 ഡിഗ്രി എന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് അങ്ങനെ കണ്ടുപിടിക്കാം. 360നെ 120 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പോ ഔട്ടർ ആംഗിൾസിന്റെ എല്ലാത്തിന്റെ സം ആയിരുന്നു 360 ഡിഗ്രി. ആൻഡ് ഓരോ ഔട്ടർ ആംഗിളും 120 ഡിഗ്രി വീതമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള എത്ര ആംഗിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. എത്ര ആംഗിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 360യെ 120 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര ആംഗിൾസ് ഉണ്ടോ അത്ര തന്നെ സൈഡ്സും ഉണ്ടാവും നമുക്കറിയാം അല്ലെ. സോ നമ്പർ ഓഫ് സൈഡ്സ് ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 120 ചെയ്യുക. ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് കിട്ടും? 3 ആണെന്ന് കിട്ടും. അപ്പോ നമ്മുടെ പോളിഗണിന് 3 സൈഡ്സ് ആണുള്ളത് എന്ന് നമുക്ക് കിട്ടി. 3 സൈഡുള്ള പോളിഗൺ ആരാണ്? അറിയാലേ, ട്രയാങ്കിൾ ആണ് 3 സൈഡുള്ള പോളിഗൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓരോ ഇന്നർ ആംഗിൾ എത്ര വീതമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 60 ഡിഗ്രി വീതമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോന്നും 60 ഡിഗ്രി വീതമാണ്. അപ്പോ എല്ലാ ആംഗിളും 60 ഡിഗ്രി വീതമുള്ള ട്രയാങ്കിളിന് നമ്മളൊരു പേര് പറയാമല്ലോ. എന്തായിരുന്നു? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, സമഭുജ ത്രികോണം. നമുക്ക് കിട്ടിയ ഒരു പോളിഗൺ ആരായിരുന്നു? നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. ഓക്കെ,
അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. റെഗുലർ പോളിഗൺ അഥവാ സമബഹുഭുജങ്ങൾ എന്നുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ നമ്മൾ ഇത്ര നേരം പഠിച്ച പോളിഗൺസിന് പ്രത്യേകമായിട്ട് നമ്മളിപ്പോ എന്താ പറയുന്നത്, നമ്മൾ സൈഡ്സോ അതുപോലെ തന്നെ ആംഗിൾസ് ഒക്കെ ഇത്ര വേണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. അതായത് ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് 3 ആംഗിളും 3 സൈഡ്സും ആണ് ഉള്ളത് അല്ലെ. അതിന്റെ മെഷർമെന്റ് എങ്ങനെ വേണമെങ്കിലും ആകാമായിരുന്നു അല്ലെ. ഇപ്പൊ ഇത് വേണമെങ്കിൽ 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ, ഇവിടെ ഇപ്പോ 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എങ്ങനെ വേണമെങ്കിലും വരായിരുന്നു അല്ലെ. എന്ത് വേണമെങ്കിലും വരായിരുന്നു. നമ്മൾ ഇത്ര നേരം കണ്ട പോളിഗൺസിന്റെ ഒക്കെ കേസിൽ അതായിരുന്നു. ഇവിടെ സൈഡ്സും ആംഗിൾസും ഒക്കെ ഇത്ര എണ്ണം വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് മെഷർമെന്റ് എങ്ങനെ വേണമെങ്കിലും ആകാമായിരുന്നു. പക്ഷേ റെഗുലർ പോളിഗൺ അഥവാ സമബഹുഭുജങ്ങളുടെ കേസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാല് അവിടെ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള പോളിഗൺസിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺസ് എന്ന് പറയുന്നത്. എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺ അഥവാ സമബഹുഭുജങ്ങൾ. ഇനി നമ്മളൊരു റെക്ടാങ്കിളിന്റെ കേസ് എടുക്കാണെന്ന് വിചാരിക്കുക. ഒരു റെക്ടാങ്കിൾ എടുത്തു. ഈ റെക്ടാങ്കിളിന്റെ എല്ലാ ആംഗിൾസും നമുക്കറിയാം 90 ഡിഗ്രി വീതമാണ് അല്ലെ. എല്ലാ ആംഗിൾസും എന്താണ്, ഈക്വൽ ആണ്. പക്ഷെ എല്ലാ സൈഡ്സും ഈക്വൽ ആണോ? അല്ല അല്ലെ. എല്ലാ സൈഡ്സും ഈക്വൽ അല്ല നമ്മുടെ റെക്ടാങ്കിളിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ. ഇനി എല്ലാ സൈഡ്സും കൂടി ഈക്വൽ ആകുവാണെങ്കിൽ ആ ഫിഗറിനെ നമ്മൾ എന്ത് പറയും? സ്ക്വയർ എന്ന് പറയും. അതായത് ഒരു സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസും അതുപോലെ തന്നെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോ സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ് നമുക്ക് പറയാം? ഒരു പോളിഗൺ, റെഗുലർ പോളിഗൺ ആണ് നമുക്ക് പറയാം. സമബഹുഭുജമാണ് നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്? എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആണ് സ്ക്വയറിന്റെ. ഇനി അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിരുന്നു ആര്? നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണങ്ങൾ. അപ്പോ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും സ്ക്വയർ ഒക്കെ ആരാണ്? നമ്മുടെ റെഗുലർ പോളിഗൺസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പെന്റഗണിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ പെന്റഗണില് റെഗുലർ പെന്റഗൺ എന്ന് പറയും. റെഗുലർ പെന്റഗൺ ആണ് എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള പെന്റഗൺ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെഗുലർ പോളിഗൺസിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ.